ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മുറിവാണ് ബാബറി മസ്ജിദ് കർസേവകർ തകർത്ത് പൊളിച്ചു കളഞ്ഞത്. ഇന്ന് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നതിൻ്റെ 32ാം വാർഷികമാണ്. ഇന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ രാജ്യത്തുടനീളം കാണാൻ കഴിയുന്നുണ്ട്. പുതിയ പുതിയ അവകാശവാദങ്ങളുമായി ഈ ആശയം വെച്ച് പുലർത്തുന്ന ആളുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നാസർക്ക, ഞാൻ ജനിക്കുന്നതിന് 3 വർഷം മുമ്പാണ് ഈ പള്ളി പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുമൊക്കെ ഇതിൻ്റെ ചിത്രങ്ങളും വാർത്തയിൽ നിയമ പോരാട്ടങ്ങളും ഒക്കെ കണ്ടാണ് നമ്മുടെ ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ആ മുറിപ്പാടുകൾ മായുന്നില്ല. ഓരോ ദിവസവും പുതിയ അവകാശവാദങ്ങളുമായിട്ട് ഇപ്പോൾ അജ്മീറിലും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവയ്പ്പ് സംഭല്, അതേപോലെ മധുരയിൽ, എത്രയോ ഇടങ്ങളിൽ, ഡൽഹിയിൽ. അപ്പോൾ ഇതിനൊരു അവസാനമില്ലേ? അതിനൊരു അവസാനമുണ്ടാവില്ല. കാരണം അവസാനമില്ലാത്ത തരത്തിലേക്കാണ് ഇതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ തന്നെയാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് അത് ഒരു വിവാദമായി രൂപപ്പെട്ടു വന്ന നാൾ മുതൽ അതിനിങ്ങനെ പല ഭാഗത്തു നിന്നും പിന്തുണ കിട്ടിയിരുന്നു. നമുക്ക് അറിയാവുന്ന സംഭവമാണത്. ഇപ്പം 1949 ആദ്യമായിട്ട് ബാബരി മസ്ജിദിൻ്റെ ഉള്ളിൽ സ്വയംഭൂവായി എന്ന് പറയുന്ന രാംലല്ലയുടെ വിഗ്രഹം കണ്ടു എന്ന് പറയുന്ന ആ സംഭവമുണ്ടായ ആദ്യ ദിവസം തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അന്നത്തെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒന്നുകിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗുരുവോ അല്ലെങ്കിൽ ശിഷ്യനോ ആണ്, അല്ലെങ്കിൽ തിരിച്ചാണ്. പന്ത് എന്ന് പറയുന്ന ആൾ പിന്നെ ജവഹർലാൽ നെഹ്റു ആയിട്ടൊക്കെ അത്രമാത്രം ബന്ധവും കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൽ ഒരു തറവാട്ടുകാരാണ് അവരൊക്കെ. അങ്ങനത്തെ ഒരാളവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അത് എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് എടുത്തു കളയാൻ കോൺഗ്രസിനോ ഉത്തർപ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസിന് അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം അങ്ങോട്ട് അറിയാം അതിൻ്റെ ഓരോ ഘട്ടത്തിലും പിന്നെ ശിലാന്യാസം നടക്കുമ്പോൾ അവസാനത്ത് പൊളിയുന്ന സമയത്ത് പോലും പിന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കുന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, നരസിംഹറാവു തന്നെ. എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിവാദമുണ്ടായത് മുതൽ അത് തകർന്നടിയുന്നത് വരെ അതിന് പിന്നെ ഭരണത്തിൻ്റെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ മൂവ്മെൻറ്റിന് അത് ഭരണത്തിൽ കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ള പ്രശ്നം പിന്നെ രണ്ടാമത് മാത്രം വരുന്ന പ്രശ്നമുണ്ട്. രാഷ്ട്രീയക്കാർ, അങ്ങനെയും പറയാവുന്നൊരു സംഭവമാണിതിൽ. രാഷ്ട്രീയക്കാരുടെ ഒരു ഇതിൽ പിന്നെ 2 പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് 2 കൂട്ടരുടെ ഭാഗത്ത്, ഒന്ന് രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഇത്തരമൊരു സംഭവത്തിന് കിട്ടിയ പിന്തുണ, 2 നീതിന്യായ കോടതികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണ. രണ്ട് സംഭവത്തിൽ അതുണ്ട്. ഇപ്പം 1991 ഈ ആരാധനാലയ നിയമം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 1947 ആഗസ്റ്റ് 15 രാജ്യം വിഭജിക്കപ്പെടുന്ന ദിവസം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ ആരതാണോ അല്ലെങ്കിൽ അത് ഏതാണോ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിൽ തർക്കം വേണ്ട, അത് പരിവർത്തിപ്പിക്കേണ്ട, അതിൽ മാറ്റം വരുത്തേണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണല്ലോ 1991 ആരാധനാലയ നിയമത്തിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത്. ആ നിയമം 91 ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ബാബറി മസ്ജിദ് കേസിലുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ 1947 മുമ്പ് ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. എന്നിട്ടും അതിനെ ഒഴിവാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ആരാധനാലയങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേസ് വരുന്നു, പിന്നെ നിയമം വരുന്നു. നിയമം നടപ്പിലാക്കി തുടങ്ങിയ ആണെങ്കിൽ ഇതിന് മാത്രം പ്രത്യേകതരം സംരക്ഷണം ലഭിക്കുന്നത് ഇതിനെതിരെ ബാബറി മസ്ജിദിന് മുകളിലുള്ള ഹിന്ദുത്വ ശക്തികളുടെ അവകാശവാദത്തിന് പ്രത്യേക സംരക്ഷണം ലഭിക്കുന്ന വിധത്തിലായിരുന്നു എല്ലാ സമയത്തും. അത് പിന്നെ ഈ ഭരണകൂടത്തിൻ്റെ കയ്യിലാണെങ്കിലും അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിലാണെങ്കിലും നിയമം വ്യാഖ്യാനിക്കുന്ന കോടതികളിലാണെങ്കിലും ഇത് കൈകാര്യം ചെയ്ത് പൊട്ടിപ്പോന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും പിന്നെ പെരുമാറുക എന്ന് നമുക്കറിയാം. എന്നിട്ട് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, പൊളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം 1998 കൽക്കത്തയിൽ AICC സമ്മേളനം കൂടുമ്പോൾ ആ AICC സമ്മേളനം നഗരിയിൽ അത് റിപ്പോർട്ട് ചെയ്യാനാണ്. കൽക്കത്ത പ്രത്യേക പ്ലീനമായിരുന്നു. അപ്പം ആ സമ്മേളനം കൂടുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു സംഭവം, പിന്നെ ഈ തലേ ദിവസം
രാത്രി ഞാൻ ഉള്ളത് വെങ്കിടിയുടെ ഒക്കെ കൂടെയാണ്. വെങ്കിടി അന്ന് ഫ്രണ്ട് ലൈനിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റാണ്. മൂപ്പരുടെ കൂടെ മൂപ്പരും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കാർട്ടൂണിസ്റ്റ് ഉണ്ണി അവിടെ ഉണ്ട്. ഉണ്ണിയുടെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഉണ്ണിക്ക് ആ സമ്മേളന നഗരി മുഴുവൻ പിന്നെ കാർട്ടൂണിൽ രേഖപ്പെടുത്തുക എന്ന്. അങ്ങനെ തലേ ദിവസം രാത്രി സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരത്തോടു കൂടി രാത്രി ഇങ്ങനെ ആയി വരുമ്പം സമ്മേളന നഗരിയിൽ വെച്ചിട്ട് വയലാർ രവിയെ കണ്ടു. വയലാർ രവി സമ്മേളനത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പം ഈ പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ എന്താ കണ്ടത്, സമ്മേളനത്തിൽ വരാനുള്ള പ്രമേയങ്ങളെക്കുറിച്ചിട്ടായി സംസാരം. ഈ പ്രമേയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വയലാർ രവി പറഞ്ഞത്, ബാബറി മസ്ജിദ് തകരാൻ സാഹചര്യമുണ്ടായതിൽ, തകർക്കപ്പെട്ടതിൽ മുസ്ലിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് തന്നെ പ്രമേയം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പ്രമേയം ആദ്യം ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അവസാനമായിട്ടെത്തിയപ്പം പിന്നെ ഗുലാം നബി ആസാദും അതേപോലെ തന്നെ അക്കാലത്ത് ഈ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന അന്ന് അർജുൻ സിംഗും ഗുലാം നബി ആസാദും അടക്കമുള്ളവർ മാപ്പ് പറയുന്നു എന്ന് വേണ്ട ഖേദപ്രകടനം എന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്ന ആണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും അന്ന് വരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നതുമൊക്കെ പിന്നെ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് മുസ്ലിങ്ങളോട് മാപ്പ് പറയും കോൺഗ്രസ് എന്നാണ്. അവസാനം പിറ്റേ ദിവസം പ്രമേയം വന്നപ്പോൾ ഇതുണ്ടായില്ല, മാപ്പ് പറച്ചിലുണ്ടായില്ല, ഖേദപ്രകടനം മാത്രമായി ഒതുങ്ങി. അപ്പം അതാണ് പറഞ്ഞത്, അങ്ങനെ മതി. പിന്നെ കോൺഗ്രസ് പിറ്റേ കൊല്ലം അത് ആലോചിക്കുന്ന സമയത്ത് ഒരു മാപ്പ് പറയേണ്ട കാര്യമില്ല, അത് ഖേദപ്രകടനത്തിൽ മതി എന്ന് പറയും. രാഷ്ട്രീയക്കാർക്ക് എന്നും അങ്ങനെയാണ് അന്നത്തെ ആവശ്യങ്ങൾ. കാരണം അന്ന് മാപ്പ് പറഞ്ഞാൽ ഇപ്പം CPM പറഞ്ഞ പോലെ പറയണ്ടായിരുന്നു, മുസ്ലിം പ്രീണനം ആയിപ്പോയി എന്ന് പറയേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് മാപ്പ് പറയേണ്ട ഖേദപ്രകടനമായി മതി എന്ന് പറയും. രാഷ്ട്രീയക്കാരെന്നും അങ്ങനെയായിരുന്നു. ഏത് പ്രശ്നവും അത് അങ്ങ് അതിൻ്റെ ഭീകരാവസ്ഥയിൽ അതങ്ങ് നടക്കാൻ അനുവദിക്കുകയും അതുവരെ അത് തടയും എന്നൊരു പ്രതീതി ഉണ്ടാക്കി കൊണ്ടുവരികയും എന്നാൽ തടയില്ല അതങ്ങ് നടക്കാൻ അനുവദിക്കുകയും നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് ഡൈല്യൂട്ട് ചെയ്തത് സ്വാഭാവിക ഇതായിരുന്നു എന്നുള്ള വരുത്തി തീർക്കുന്ന മട്ടിലേക്ക് അങ്ങനെ പോകും. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ വിഭജനം അടക്കമുള്ള സംഭവങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഇതിൽ പരിഗണിക്കാനുള്ളൊരു സംഗതി മാധ്യമങ്ങളും ഇത് വിട്ടുകഴിഞ്ഞു എന്നാണ് ഇന്നത്തെ ദിനപത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ 2-3 പത്രങ്ങൾ ഒഴിച്ച് ബാക്കി നമ്മുടെ വേണ്ട ദേശീയ പത്രങ്ങൾ എന്ന് പറഞ്ഞു, ഇപ്പോൾ മലയാളത്തിലൊക്കെ തന്നെ മലയാളത്തിൻ്റെ ദേശീയ പത്രം എന്ന് പറയുന്ന ദേശീയ പത്രം അടക്കമുള്ള ഒരു പത്രങ്ങളിലും ഇന്ന് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട്, പണ്ട് അടുത്ത കാലം വരെയും ഈ ബാബറി മസ്ജിദ് ദിനത്തിൽ കൊടുത്തു പോകുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഒരു പരാമർശം അല്ലെങ്കിൽ എഡിറ്റ് പേജിൽ ഒരു ലേഖനം അങ്ങനത്തതൊന്നും ഇന്ന് കാണാനില്ല. 2-3 പത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളുടെ ഒരു സ്വകാര്യ ദുഃഖമായി അവസാനിക്കുമായിരുന്ന ഈ സംഭവത്തെ, പക്ഷേ അതിൻ്റെ മുഴുവൻ വൈകാരികതയോടും ഇത്തവണ ഏറ്റെടുത്തതും ഓർമ്മിപ്പിച്ചതും നീതിപതികളാണ്, അല്ലെങ്കിൽ നീതിന്യായ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഒന്ന് നമ്മുടെ ജഡ്ജ് ആയിരുന്ന റിട്ടയർഡ് ജസ്റ്റിസ് HS നരിമാൻ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ബാബറി മസ്ജിദിന് മതേതരത്വത്തിന് കിട്ടേണ്ട പരിഗണന, മതേതരത്വത്തിന് കിട്ടേണ്ട നീതി ഇതിൻ്റെ കേസിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് രാജ്യത്തെ ഏറ്റവും മുതിർന്ന ന്യായാധിപനായ ഈ ദുഷ്യന്ത് ദേവ ആ ഇൻ്റർവ്യൂവിൽ കരഞ്ഞു പോയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിന് ശേഷം 1900 ഈ മറ്റേ കേസുകൾ ഇതിന് തുടർച്ചയായിട്ടുള്ള മറ്റു കേസുകൾ വന്നപ്പം 1991 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ട കേസുകൾ വന്നപ്പോൾ, ബാബറി മസ്ജിദിൻ്റെ കേസുകൾ വന്നപ്പോഴൊന്നും ഇതിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോഴെങ്കിലും അത് അതിൻ്റെ എന്താ പറയുക, ഈ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം ഇത്ര തന്നെയുള്ളൂ. രാഷ്ട്രീയക്കാർ അത് അന്നത്തെ കാര്യത്തിലെ ആവശ്യത്തിന് ഏറ്റവും ലാഭകരമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഏത് രാഷ്ട്രീയക്കാരും ഇത് ശ്രമിക്കുകയുള്ളൂ. ഇത് ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം അത്രമാത്രം തന്നെ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ സംഭവം ഇനിയുള്ള അങ്ങോട്ട് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാബറി മസ്ജിദിനെ തുടർന്ന് വന്നിട്ടുള്ള ഇത്രയും സംഭവങ്ങൾ കോടതികളിൽ നിൽക്കേ, ഈ പറയുന്ന സംഭാല്, അതിനുശേഷമുള്ള അജ്മീർ, ഏറ്റവും അവസാനം ഡൽഹിയിലെ ജുമാ മസ്ജിദ് വരെ, ഇത്തരം അടക്കമുള്ള സംഭവങ്ങൾ വരെ കോടതിയിൽ നിൽക്കേ ഇപ്പോഴും നീതിന്യായ രംഗത്തുനിന്ന് ഇത്തരം സ്വരം ഉയരുന്നു എന്നുള്ളത് ആശ്വാസദായകമാണ്.
ഇത്തരം നീതിന്യായ രംഗത്ത് ഇത്തരം ചിന്തിക്കുന്നവരുണ്ട്. ഇത്തരം ചിന്ത നീതിന്യായ രംഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിന് ബാബറി മസ്ജിദിന് അല്ലെങ്കിൽ മതേതരത്വത്തിന് നീതി ലഭിച്ചില്ല എന്നൊരു ചിന്ത നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ളിലുണ്ട് എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമാണ്. യെസ്. അപ്പോൾ നാസർക്ക് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുമ്പോഴും 91 ആരാധനാലയ സംരക്ഷണ നിയമം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിക്കാതെയാണ് ഇപ്പോൾ ഈ കോടതികൾ ഈ സർവേക്ക് ഒരു പരാതിയുമായി പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊന്തുകയാണ്. അപ്പോൾ എത്രയോ കേസുകൾ നമ്മൾ കണ്ടു. അവസാനം ഡൽഹിയിലാണ്, അജ്മീർ, ഡൽഹി, അതേപോലെ ഗ്യാൻവാപ്പി ഉണ്ട്, മധുരയിലെ കേസുണ്ട്, അതെല്ലാം കോടതിക്ക് അറിയാണ്. അപ്പോൾ ഇത്തരം നിയമങ്ങൾ, ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കോടതികൾ ഇതിനങ്ങ് അനുമതി കൊടുക്കുന്നത് എന്ന വലിയ വെല്ലുവിളിയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇനിയും സമാനമായ കേസുകൾ ഒരുപാട് വരുമെന്നുള്ളതിൻ്റെ ദുസൂചന കൂടിയാണ് അത് നൽകുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പം ഇപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നാസർക്ക് പറഞ്ഞതിൻ്റെ അതിന് മുമ്പ് തന്നെ എനിക്ക് ഈ വിഷയം വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഈ ദുഷ്യന്ത് ദവെയുടെ കരച്ചിലാണ്. രാജ്യത്തെ ഏറ്റവും സീനിയറായ, ഏറ്റവും കഴിവുള്ള അഭിഭാഷകന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ആ കരൺ താപ്പറുമായുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം കരയുന്നത് രാജ്യത്തിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് കരയുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഭാവി ആലോചിച്ച് ഒരാൾ കരയുന്ന ഒരു ചിത്രം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കരയുന്നവരുണ്ട്, അതായത് സ്ഥാനമാനങ്ങൾ പോയതിൻ്റെ പേരിൽ, കുടുംബത്തെ ഓർത്ത്, ജോലി പോയതിൻ്റെ പേരിലൊക്കെ കരയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ഓർത്ത് കരയുന്ന ഒരു രംഗം നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ചില മുതലക്കണ്ണീറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ശരിയായ ഒരു കരച്ചിൽ ഇപ്പോഴാണ് കാണുന്നത്. അദ്ദേഹം എത്ര നിഷ്കളങ്കമായിട്ടാണ് അത് സംസാരിച്ച് പറയുന്നത്, അയാൾ ഹൃദയം കൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ആ പറച്ചിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ കരയുന്ന അല്ലെങ്കിൽ കരയാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ. കാരണം രേഷ്മയും നാസർക്കൊക്കെ സൂചിപ്പിച്ച ഈ കാര്യം, ഈ 91 നിയമം പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. ഇതേ നരസിംഹറാവു തന്നെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് ഓർക്കണം. ബാബരി മസ്ജിദിൻ്റെ വിഷയം 49 മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ രാജ്യത്ത് നിലനിൽക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് രാജ്യം വിഭജിക്കപ്പെടുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അത് പരിഹരിക്കാൻ ഒരു മാർഗം നമുക്ക് തേടാം. പക്ഷേ ഇനിയൊരു ആരാധനാലയത്തിൻ്റെ പേരിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്, രാജ്യം കുട്ടിച്ചോറാകരുത് എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ന്യായമായും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആ നിയമം സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇനിയൊരു ആരാധനാലയത്തിൻ്റെ പേരിലും ആരും അവകാശവാദവുമായി വരരുത് എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഉടലെടുക്കും. അതിൽ ന്യായമുണ്ടായാലും അന്യായമായാലും എന്തായാലും അതിൽ തർക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് അങ്ങനെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത് എന്താണ്? ഒരുപാട് നേരത്തെ സൂചിപ്പിച്ച സംബൽ ഷാഹി മസ്ജിദ്, വാരാണസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ്, പിന്നെ അജ്മീർ ദർഗ, ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ്, എല്ലാത്തിനും അവകാശവാദവുമായി ആളുകൾ വരികയാണ്. അവിടെയുള്ള കോടതികൾ ഉടനെ തന്നെ എഴുതി കൊടുക്കുകയാണ്, കുഴിച്ചോളൂ, നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. കുഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുവരെ തങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പരിപാവനമായി കരുതിയിരുന്നൊരു സ്ഥലത്ത് മറ്റൊരു മതവിഭാഗത്തിലെ ആളുകൾ വരുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു, അവർ പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇത് സ്വാഭാവികമായും മാത്രമല്ല, ഇപ്പോൾ ഈ താജ്മഹലും കുത്തബ് വരെ അവകാശവാദം എല്ലാത്തിനും മുഗൾ ഭരണകാലത്തുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള എല്ലാത്തിനും അവകാശവാദമായ ആളുകൾ വരും. അത് ഒരു തർക്കവുമില്ല. അതിനുള്ള എല്ലാ വഴിയുമാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തുറന്നിട്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ എല്ലാവരും അവകാശവാദവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നാടിൻ്റെ അവസ്ഥ ഇതൊരു മുസ്ലിങ്ങളുടെ ഒരു മാത്രം അവസ്ഥയായിട്ട് നിൽക്കുന്നില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം അരക്ഷിതരാകുമ്പോൾ പിന്നീട് ഭാവിയിൽ എന്താണ് സംഭവിക്കുക? തങ്ങൾക്ക് നീതി ലഭിക്കുക, എന്ത് പറഞ്ഞാലും നീതി ലഭിക്കില്ല എന്ന് ഒരു വലിയ വിഭാഗത്തിന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ? ഇതിനു മുമ്പ് ഒരുപാട് ലോകരാജ്യങ്ങളിൽ ഇത്തരം ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി രാജ്യം കുട്ടിച്ചോറാവുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ദുഷ്യന്ത് ദവെ അതിൽ പറയുന്നത്. ഞാൻ ഹിന്ദുവാണ്, ബ്രാഹ്മണനാണ്, എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണ്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ കരയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ മതേതരത്വത്തിൽ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും കരയേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് രാജ്യം ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന സമയത്ത് നമുക്കറിയാം ആ വിധിയുടെ ചുരുക്കം ഇതായിരുന്നു: തർക്കസ്ഥലത്ത് ക്ഷേത്രം പണിയാം, തർക്കസ്ഥലത്തിന് പുറത്ത് പള്ളി പണിയാൻ 5 ഏക്കർ. ഇതാണല്ലോ വിധിയുടെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഇത് നീതിയല്ല, ഒരു സമവായമാണ് എന്നുള്ള തോന്നൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും
ഇനിയൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കറിയാം അന്ന് പത്രങ്ങളിൽ വന്ന സമുദായ നേതാക്കളുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പ്രസ്താവനകൾ നമുക്കറിയാം. എല്ലാവരും സമവായത്തിൻ്റെ സ്വരത്തിലാണ് സംസാരിച്ചത്. ഈ വിധിയിൽ വിഷമമുള്ളവർ പോലും അത് കടിച്ചമർത്തിക്കൊണ്ട് വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇതിനെ അനുകൂലിക്കുകയും ഇനി ഒരു പ്രശ്നം വേണ്ട എന്ന നിലയ്ക്ക് ആളുകൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അതിനുശേഷം 100 ബാബരി മസ്ജിദുകൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നീതിന്യായ പീഠത്തിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 6-ന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഡിസംബർ 6 നമുക്കൊക്കെ പ്രതിജ്ഞ എടുക്കാനുള്ളൊരു ദിവസമാണ്. കാരണം രാജ്യത്ത് മതനിരപേക്ഷത നിലനിർത്തണമെങ്കിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. അതിനുള്ള ഒന്നിച്ചുള്ളൊരു പോരാട്ടം ഈ ഡിസംബർ 6 മുതൽ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാം. യെസ്, തീർച്ചയായിട്ടും. ബാബറി മസ്ജിദ് എന്ന പേര് പാഠപുസ്തകത്തിൽ നിന്ന് പോലും വെട്ടിമാറ്റുന്ന, ചരിത്രത്തെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മിലൻ കുന്ദേരയുടെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ, അതായത് മറവി എന്ന് പറയുന്നത് മരണമാണ്, ഓർമ്മ സമരമാണ്. ആ സമരമാകട്ടെ, ഓർമ്മയാകട്ടെ, ബാബറി എന്നും ഓർക്കപ്പെടട്ടെ.